Hi all, myself റാഷിദ് മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കലിലെ ഫിസിക്സ് ലെക്ചറാണ്. നമുക്കിന്ന് ഫിസിക്സ് എക്സാം അടുത്ത് വരാണല്ലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സും കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റായ നമ്മൾ ഫിസിക്സിൽ ഒന്നാമത്തെ യൂണിറ്റിലെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ പറയാം. കാരണം പൊതുവെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ പേഴ്സൻറ്റേജ് എറർ കാണാനാണ് പറയാം നമ്മളോട്. അതായത് ഇപ്പോൾ ഇവിടെ തന്ന ക്വസ്റ്റ്യൻ തന്നെ ഒരു ഫിസിക്സ് ലബോറട്ടറിയിൽ ഒരു സ്റ്റുഡൻ്റ് എന്ത് ചെയ്യുകയാണ്, ഒരു ബോഡിയെ മെഷർ ചെയ്യുകയാണ്. ആ ഒരു സമയം ആ ഒരു കുട്ടിക്ക് 3 വാല്യൂസ് കിട്ടുന്നുണ്ട്. 45.5, 46 ഗ്രാം, 45.8 ഗ്രാം, ഇങ്ങനെ 3 വാല്യൂസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പേഴ്സൻറ്റേജ് എറർ കാണാനാണ് നമ്മോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്. പേഴ്സൻറ്റേജ് എറർ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ഈ 3 വാല്യൂസ് ഉണ്ടല്ലോ, അതായത് A1, A2, A3, ഈ 3 വാല്യൂസിന് അങ്ങനെ ആക്കി ചെയ്താൽ, അത് A1 എന്ന് പറഞ്ഞാൽ 45.5, A2 എന്ന് പറഞ്ഞാൽ 46, അതേപോലെ A3 എന്ന് പറഞ്ഞാൽ 45.8. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എ മീൻ കാണുക. എ മീൻ എങ്ങനെ കാണുക? A1 പ്ലസ് A2 പ്ലസ് A3 ഡിവൈഡഡ് ബൈ 3. മീൻ വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ആഡ് ചെയ്യുക, എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ വാല്യൂ കിട്ടും. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45.5. A1 എന്ന് പറഞ്ഞാൽ 45.5 പ്ലസ് 46 പ്ലസ് 45.8 ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 45.76 ഗ്രാം. ഇത് ഗ്രാമിലാണല്ലോ ഈ കുട്ടി ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് മെഷർ ചെയ്യുമ്പോൾ ഗ്രാം വെയിറ്റാണല്ലോ മെഷർ ചെയ്യുന്നത്. ഇത് നമുക്ക് കിട്ടും. എ മീൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്യാം, മീൻ കാണുക, മെയിൻ വാല്യൂ കാണുക. നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ 3 വാല്യൂസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മീൻ വാല്യൂ കാണുക. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് പേഴ്സൻറ്റേജ് എറർ കാണാനാണ്. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി പേഴ്സൻറ്റേജ് എറർ കാണാൻ കഴിയില്ല. പേഴ്സൻറ്റേജ് എറർ കാണാൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആരെ കാണണം? അബ്സല്യൂട്ട് എററിനെ കാണണം. പിന്നെ റിലേറ്റീവ് എറർ കാണണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പേഴ്സൻറ്റേജ് എറർ കാണാൻ കഴിയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി? അതായത് പേഴ്സൻറ്റേജ് എറർ കാണണമെങ്കിൽ ഈ 3 പേരെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കാണണം. നമ്മൾക്ക് മീൻ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അബ്സല്യൂട്ട് എറർ കാണാം. ഓക്കെ, മീൻ വാല്യൂ ഞാനിവിടെ ഇതാണ്. ഇത് വീണ്ടും ആവശ്യമുണ്ട് കേട്ടോ. മീൻ വാല്യൂ, അതായത് എ മീൻ 45.76. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? അബ്സല്യൂട്ട് എറർ കാണാം. അബ്സല്യൂട്ട് എറർ കാണാം. അബ്സല്യൂട്ട് എറർ എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ അബ്സല്യൂട്ട് എറർ കാണാൻ Δ1 കാണണം. Δ1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കിട്ടിയ മീൻ വാല്യൂ ഇല്ലേ 45.76 മൈനസ് A1. A1 എത്ര? 45.5. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് കാണണം? Δ2 കാണണം. Δ2 എങ്ങനെ കാണാം? അപ്പോൾ 45.76 മൈനസ് A2, അതായത് 46. മനസ്സിലായോ? A2 എന്ന് പറഞ്ഞാൽ 46. Δ3 എങ്ങനെ കാണാം? 45.76 മൈനസ് 45.8. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45.76 മൈനസ് 45.5. അപ്പോൾ നമുക്ക് 0.2667. അതേപോലെ 0.233. ഇത് നമുക്ക് 0.033. മനസ്സിലായില്ല? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മീൻ വാല്യൂ കണ്ടു, അത് നമ്മളവിടെ വെച്ചു. ആ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് അബ്സല്യൂട്ട് എററാണ്. അബ്സല്യൂട്ട് എറർ കാണാനുള്ള ഇതാണ് ഡെൽറ്റ. നമ്മളിങ്ങനെ കാണാം, നമുക്ക് കിട്ടിയ മീൻ വാല്യൂ, ഈ വാല്യൂ വെച്ച് ഈ വാല്യൂ മൈനസ് നമുക്ക് ആദ്യം കിട്ടിയ A1, അതേപോലെ A2, അപ്പോൾ Δ2 കിട്ടും. A3 ആകുമ്പോൾ Δ3 കിട്ടും.
ഓക്കെ, എനിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ മീൻ കാണണം. ഓക്കെ, അതായത് ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈനസ് വന്നു. നിങ്ങളിങ്ങനെ ചെയ്തപ്പോൾ എന്തായി? മൈനസ് വാല്യൂ ആണ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ശരിക്കും മോഡാട്ടാ. മോഡ് ഡെൽറ്റ 2 മോഡ് ഡെൽറ്റ അങ്ങനെ വരിക. അതായത് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ മൈനസ് വാല്യൂ ആണെങ്കിൽ പോലും നിങ്ങൾ എന്തെടുത്താൽ മതി? മൈനസ് എടുക്കരുത്, പോസിറ്റീവ് ആക്കി എടുക്കണം. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 45.76 മൈനസ് 48.5 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മൈനസ് വരും. അപ്പോൾ അങ്ങനത്തെ മൈനസ് വാല്യൂ നമ്മൾ എടുക്കരുത്. നമുക്ക് എപ്പോഴും പോസിറ്റീവ് വാല്യൂ തന്നെ എടുക്കണം. ഓക്കെ അല്ലേ? 45.5. അപ്പോൾ ഡെൽറ്റ മീൻ നമ്മളെങ്ങനെ കാണാം? ഡെൽറ്റ മീൻ കാണാനുള്ളത് ഡെൽറ്റ മീൻ കാണാൻ നമുക്ക് മീൻ വാല്യൂ കിട്ടി. ഡെൽറ്റ 1 എന്താ, ഡെൽറ്റ 2 എന്താ, ഡെൽറ്റ 3 എന്താന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ മീൻ എങ്ങനെ കാണാം? ഡെൽറ്റ 1 അതായത് 0.2667 പ്ലസ് 0.233 പ്ലസ് 0.033 ഡിവൈഡഡ് ബൈ 3. അപ്പം നമുക്ക് ഡെൽറ്റ മീൻ കണ്ടൂടെ? ആ വാല്യൂ നമുക്ക് എത്ര കിട്ടും? അത് നമുക്ക് കിട്ടുന്ന എത്ര കിട്ടൂടാ? 0.2667 പ്ലസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 0.2667 ഗ്രാം, അതായത് നമ്മൾ വെയിറ്റ് ആണല്ലോ, ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 2 വാല്യൂ കിട്ടി. ഇപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടി. ആ 2 വാല്യൂ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാൻ ഓക്കെ ഇത് ഇറേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 വാല്യൂന് കിട്ടി. നമ്മൾ കാണേണ്ട ആൾക്കാരാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടി എ മീൻ എന്താന്ന് കിട്ടി. എ മീൻ എത്രയാണ്? 45.76. പിന്നെ നമുക്ക് ഡെൽറ്റ മീൻ കിട്ടി. ഡെൽറ്റ മീൻ എത്രയാണ്? 0.2667. ഈ ഡെൽറ്റ മീൻ കാണുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? അബ്സല്യൂട്ട് എറർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതായത് നമ്മൾ ഡെൽറ്റ കണ്ടില്ലേ? ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 ഇത് മൂന്നും കണ്ടതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? അബ്സല്യൂട്ട് എറർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കാണാനുള്ളതാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ. ഓക്കെ, അത് ഞാൻ പറഞ്ഞ നേരത്തെ ചെയ്ത് വെച്ച വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഡെൽറ്റ മീൻ നമുക്ക് എത്ര കിട്ടിയത്? 0.2667 ഡിവൈഡഡ് ബൈ 45.76. 0.2667 ഡിവൈഡഡ് ബൈ 45.76 ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടും. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0058 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേറ്റീവ് എറർ കിട്ടി 0.0058. ഇനി നമുക്ക് അപ്പോൾ റിലേറ്റീവ് എററിനെ നമ്മൾ സോൾവ് ചെയ്തു. ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ള ആരാണ്? പേഴ്സൻറ്റേജ് എററാണ്. ഇയാളാണ് നമ്മളെ ക്വസ്റ്റ്യൻ. പേഴ്സൻറ്റേജ് എറർ കാണുക. പേഴ്സൻറ്റേജ് എറർ കാണാൻ ഒന്നുമില്ല. പേഴ്സൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻറ്റു 100. ഇത് ആരും എന്നൊന്നും എഴുതി വെക്കരുത്. ശരിക്കും നമ്മൾ എങ്ങനെ എഴുതണം? റിലേറ്റീവ് എറർ ഇൻറ്റു 100. ഇത് ചെയ്താൽ നമുക്ക് പേഴ്സൻറ്റേജ് എറർ കാണാം. അതെങ്ങനെ ചെയ്യാം? റിലേറ്റീവ് എറർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര? 0.0058 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.58. ഇത് പേഴ്സൻറ്റേജ് എറർ അല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പേഴ്സൻറ്റേജ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് കിട്ടും കേട്ടോ. ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് സിയിലാണിത് ചോദിക്കൽ കേട്ടോ. അപ്പം എന്ത് ചെയ്യുക? ഫസ്റ്റ് യൂണിറ്റിൽ പൊതുവെ ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ് പേഴ്സൻറ്റേജ് എറർ കാണുക. പേഴ്സൻറ്റേജ് എറർ കാണാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം?
ഫസ്റ്റ് നമ്മൾ എ മീൻ കാണുക, അതായത് ഇത് A1 A2 A3 ആക്കി എടുക്കുക, എന്നിട്ട് എ മീൻ കാണുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അബ്സല്യൂട്ട് എറർ ഡെൽറ്റ കാണുക, എന്നിട്ട് ഡെൽറ്റ മീൻ കാണുക. റിലേറ്റീവ് എറർ കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ മീൻ ബൈ എ മീൻ. നമ്മൾ നേരത്തെ കണ്ട എ മീനും ഡെൽറ്റ മീനും വെച്ച് നമുക്ക് റിലേറ്റീവ് എറർ കാണാം. പിന്നെ നമുക്ക് പേഴ്സൻറ്റേജ് എറർ കാണാനുള്ള ഇക്വേഷൻ എന്താ? റിലേറ്റീവ് എറർ ഇൻറ്റു 100. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പേഴ്സൻറ്റേജ് എററും കാണാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ പേഴ്സൻറ്റേജ് ഇറർ പോലെ തന്നെ സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറർ? ഇററിൻ്റെ മീനിങ് എന്നാണ്. പൊതുവേ നമുക്കറിയാം ഇറർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കും എക്സാം ഹാളിൽ? ഇറർ ഇൻ മെഷർമെൻറ്റ് കേട്ടോ. അതേപോലെ ഡിസ്കസ് ദ പോസിബിൾ ഇറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഇങ്ങനത്തെ ഈ ഒരു ചോദ്യം ഇതും 7 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇറർ എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ഫസ്റ്റ് ചെയ്തണം. എന്താ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അളക്കുകയാണ്. ഇപ്പം നോക്കുക, ഞാൻ ഒരു സാധനത്തിൻ്റെ നീളം അളക്കുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ നീളം എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററാണെന്ന് വെച്ചോ. അല്ലേ? വേണ്ട, 10 വേണ്ട, നമുക്കൊരു ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 10.3 വെച്ചോ. പക്ഷെ ഞാൻ ഈ സാധനം അളക്കുമ്പോൾ എനിക്ക് എത്ര ആയിട്ടും 10.3 കിട്ടണില്ല. 10.2, 10.1. അങ്ങനെയാണെങ്കിൽ എൻ്റെ അളവിൽ യഥാർത്ഥ വാല്യൂ ആയിട്ട് മാച്ച് ആവണില്ലല്ലോ. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഒരു ഗ്യാപ്പ് ഒറിജിനൽ വാല്യൂവും നമ്മൾ അളന്ന് കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഇറേഴ്സ് ഇൻ മെഷർമെൻറ്റ്, അളവുകളിലെ തെറ്റുകൾ. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ഒരു എഴുതി പിടിപ്പിക്കണമല്ലോ നമ്മൾ പേപ്പറിൽ, വെറുതെ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് എങ്ങനെ എഴുതാം? വെൻ, ഇങ്ങനെ എഴുതണേ. വെൻ വി, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വെൻ വി മെഷർ സംതിങ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് അളക്കുകയാണെങ്കിൽ, വെൻ വി മെഷർ സംതിങ്, ദ വാല്യൂ യു ഗെറ്റ് ഈസ് നോട്ട് exactly the true value. ഓക്കെ, അതായത് ഇത് നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വെൻ വി മെഷർ സംതിങ്, ദ വാല്യൂ, ഇത് സംതിങ് നാട്ടാ, ദ വാല്യൂ യു ഗെറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ ട്രൂ വാല്യൂ. നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തല്ല? എക്സാക്ട്ലി ട്രൂ വാല്യൂ അല്ല. സോ the gap between them, ഏതാ ഈ ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂ വാല്യൂവും നമുക്ക് കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഇറർ ഇൻ മെഷർമെൻറ്റ്. ഓക്കെ, അത് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാം. ഇത്രേ ഉള്ളൂ. വെൻ വി മെഷർ സംതിങ്, നമ്മൾ എന്തെങ്കിലും സാധനം അളക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ട്രൂ വാല്യൂ അല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂവും ആ ട്രൂ വാല്യൂവും തമ്മിലുള്ള ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഇറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഓക്കെ, നമുക്കറിയാം മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഇററുകളാണുള്ളത്. ഒന്ന് സിസ്റ്റമാറ്റിക് ഇറർ, രണ്ട് റാൻഡം ഇറർ. സിസ്റ്റമാറ്റിക് ഇററും റാൻഡം ഇററുകളാണുള്ളത് മെയിനായിട്ട്. അതിൽ നോക്കാം, സിസ്റ്റമാറ്റിക് ഇറർ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, സിസ്റ്റമാറ്റിക് ഇറർ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാരണം നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ വി നോ ദ കോസ്. സിമ്പിളായിട്ട് പറയുകയാണെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയാം. വി നോ ദ കോസ് ഓഫ് ദി ഇറർ. ഈ ഇറർ എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മളിപ്പോൾ ഒരു പരീക്ഷണം ചെയ്തിട്ട് അളവെടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അളക്കുമ്പോൾ അവിടെ ഇറർ വരാനുള്ള കാരണം നമുക്കറിയാം. അങ്ങനത്തെ ഇററിനെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക് ഇറർ. അപ്പം റാൻഡം ഇറർ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ദ കോസസ് ആർ അൺനോൺ. നമുക്കറിയില്ല അവിടുത്തെ കാരണം എന്താണ്, നമുക്കറിയില്ല. ദ കോസസ് ആർ അൺനോൺ. ഓക്കെ, സിസ്റ്റമാറ്റിക് എറർ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്കറിയാം സിസ്റ്റമാറ്റിക് എറർ സംഭവിക്കാൻ
3 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ ഇറർ, രണ്ടോ ഇറർ ഡ്യൂ ടു റോങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യുന്ന വഴി. 3 പേഴ്സണൽ ഇറർ. ഓക്കെ, അതായത് സിസ്റ്റമാറ്റിക് എറർ എന്തുകൊണ്ടാണ് സംഭവിക്കുക നമുക്കറിയാം. കാരണം എന്താണെന്നറിയാം. ആ 3 കാരണങ്ങളാണ്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ എറർ, അതായത് അവിടുത്തെ ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ വരുന്ന മിസ്റ്റേക്കുകൾ. രണ്ടോ ഡ്യൂ ടു റോങ് പ്രൊസീജിയർ, നമ്മൾ ചെയ്യുന്ന വഴി ചിലപ്പോൾ തെറ്റായിരിക്കാം അത്. അല്ലെങ്കിലോ പേഴ്സണൽ ഇറർ, അതായത് നമ്മൾ കാരണത്താൽ നമ്മളെ കെയർലെസ്നെസ്, നമ്മളെ പേഴ്സണൽ ബയാസ് കാരണത്താലൊക്കെ ഉണ്ടാകുന്ന ഇററാണ് സിസ്റ്റമാറ്റിക് ഇറർ. റാൻഡം ഇററിൻ്റെ കോസസ് നമുക്കറിയില്ല. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ഇറർ സോൾവ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് അറിയുന്ന ഇററാണല്ലോ സിസ്റ്റമാറ്റിക് ഇറർ. ഈ ഇറർ എങ്ങനെ സോൾവ് ചെയ്യുക? നമുക്കറിയാം, നല്ല ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ പ്രോപ്പറാക്കാം, അതേപോലെ പേഴ്സണൽ ഇറർ ഒഴിവാക്കാം. റാൻഡം ഇറർ എങ്ങനെ ഒഴിവാക്കാം? ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ടേക്ക് ആവറേജ്. നമ്മളെന്ത് ചെയ്യുക, ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു മെഷർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതോ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആവറേജ് കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റാൻഡം ഇറർ സോൾവ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിന് ചോദിക്കും ഇറർ എന്താണെന്നും, അതേപോലെ ഇറർ എന്താണെന്ന് ചോദിക്കും, പോസിബിൾ ഇറേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് യൂണിറ്റിൽ ഇറർ എന്നുള്ള ഏരിയയിൽ ഈ ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനാണ് സാധ്യത കൂടുതൽ. അടുത്തതാണ് നമ്മളെ സെക്കൻഡ് യൂണിറ്റിലെ എന്താ പറയുക, ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇതിലിപ്പോൾ വേറെ സംഭവമുണ്ട്, ബാങ്കിങ് ഓഫ് റോഡ്. നമ്മൾ റോഡ് ബാങ്ക് ചെയ്യുക. എന്താണ് ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. അപ്പം നോക്കുക, ഒരു വളവ്, ഇതൊരു വളവാന്ന് വെച്ചോ. ഈ വളവിലേക്ക് ഒരു വണ്ടി ഒരു സ്പീഡിൽ ഇങ്ങനെ വരികയാണ്. ഈ വണ്ടി ഈ വളവിൽ നിന്ന് കൺട്രോൾ ചെയ്ത് പോവണം. മനസ്സിലാവുണ്ടോ? അതായത് ഇപ്പോൾ ഒരു കർവ്, ഒരു വളവ്, ആ വളവിൽ നിന്ന് ഈ വണ്ടി ഈ എഡ്ജ് ഇറങ്ങി പോവാതെ ഈ വളവിൽ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്തിട്ട് വണ്ടിനെ എന്ത് ചെയ്യണം, വളവിൽ കീപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രോസസ്സാണ് ബാങ്കിങ്. അപ്പോൾ അത് റെയിൽവേ ട്രാക്കിൽ ഉപയോഗിക്കുമ്പോൾ എന്താവും, ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. നമ്മൾ റോഡിന്മേൽ ചെയ്യുമ്പോഴോ ബാങ്കിങ് ഓഫ് റോഡ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് കൂടുതലും ചോദിക്കൽ ബാങ്കിങ് ഓഫ് റോഡാണ്. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചത് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്കിനെ പറ്റി പറയാൻ ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് റെയിൽവേ ട്രാക്കിൽ കീപ് ട്രെയിൻ ഓൺ ടു കീപ് ട്രെയിൻ ഓൺ ട്രാക്ക്, റെയിൽവേ ട്രാക്ക് ഓക്കെ, അങ്ങനെ എഴുതണം. ടു കീപ് train on railway track. Railway track when train takes a curve. ട്രെയിൻ ഒരു വളവ് എടുക്കുമ്പോൾ ആ വണ്ടിനെ ആ റെയിൽവേ ട്രാക്കിൽ തന്നെ നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് എന്ത്, ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്. മനസ്സിലായോ? ട്രെയിൻ ഒരു വളവ് നിന്ന് എന്ത് ചെയ്യരുത്, പുറത്ത് പോരുത്. അപ്പോൾ ഒന്നുമില്ല, ഇതാണിപ്പോൾ നമ്മൾ റെയിൽപാളം. ഓക്കെ, നമ്മൾ ട്രെയിനിൻ്റെ പാളം. ഈ പാളത്തിന്മേലെ ഈ റെയിലുണ്ടല്ലോ, ഈ റെയിലിനെ ഞാൻ ഇങ്ങോട്ട് വരക്കുകയാണ്. ഇതേപോലെ ഇതാണ് നമ്മൾ റെയിലെന്ന് വെച്ചോ. ഈ കാണുന്ന റെയിലിനെ ഞാനിങ്ങനെ വെച്ചു. ഇതാണ് ഔട്ടർ റെയിൽ, ഇത് ഇന്നർ റെയിൽ. ഓക്കെ, ഈ ഔട്ടർ റെയിലിനെ ഞാൻ എന്ത് ചെയ്യുക, കുറച്ച് മുകളിലോട്ട് പൊന്തിക്കുക. ഇന്നർ റെയിലിനെ അപേക്ഷിച്ച് ഔട്ടർ റെയിലിനെ കുറച്ച് മുകളിലോട്ട് പൊന്തിക്കുക. അത്ര ചെയ്യണുള്ളൂ. അപ്പം എന്ത് ചെയ്യും, ട്രെയിനിന് ഒരു വളവ് എടുക്കുമ്പോൾ സുഖമായിട്ട് വളച്ച് പോകാം. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്ക്.
നമുക്ക് അങ്ങനെ കുറച്ചൊന്ന് എന്താ പറയുക, എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഔട്ടർ റെയിൽ, ഇതാണല്ലോ ഔട്ടർ റെയിൽ. ദ ഔട്ടർ റെയിൽ റേസ്ഡ് ലിറ്റിൽ എബവ് ദി ഇന്നർ റെയിൽ. ഔട്ടർ റെയിലിന് എന്ത് ചെയ്യുക, ഇന്നർ റെയിലിനേക്കാൾ കുറച്ച് എന്ത് ചെയ്യുക, പൊന്തിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിനിന് സുഖമായിട്ട് ആ ഒരു കർവ് എടുത്ത് പോകാൻ പറ്റും. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് ആ ട്രെയിനിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൺട്രോൾ ചെയ്യാനും വേണ്ടി നമ്മളിത് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു ഇതെന്താണ്, ഇത് നമ്മളെ റെയിലാണ്. റെയിലിനെ ഔട്ടർ അടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് പൊന്തിച്ച് വെക്കുകയാണ് അല്ലേ. അതായത് എസ് എന്ന് പറഞ്ഞാൽ എത്ര എലവേറ്റ് ചെയ്യണം. എസ് എന്ന് പറഞ്ഞാൽ എന്താ, എലവേഷൻ. എത്ര അവിടെ നമ്മൾ എന്ത് ചെയ്യണം, റെയിൽവേ ട്രാക്ക് എലവേറ്റ് ചെയ്യണം, പൊന്തിക്കണം. അതേപോലെ ഈ ഡി എന്ന് പറഞ്ഞാലോ, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസ്. ഈ റെയിൽസ് നമ്മൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയുക, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡി ബൈ ആർ ജി. എസ് എന്ന് പറഞ്ഞാൽ എന്താ, എലവേഷൻ. നമ്മളിവിടെ പറഞ്ഞ എലവേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് വി സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ സ്പീഡ്, ഡി എന്ന് പറഞ്ഞാലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെയിൽ, ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ കർവ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. റെയിൽവേ ട്രാക്കിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എഴുതി വെക്കുക. എനിക്ക് മാർക്ക് കിട്ടും കേട്ടോ. വി സ്ക്വയർ ഡി ബൈ ആർ ജി ഇക്വേഷൻ റെയിൽവേ ട്രാക്കിൻ്റെ ബാങ്കിങ്ങിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നമ്മോട് പറഞ്ഞ ഇതേപോലത്തെ സെക്കൻഡ് ചാപ്റ്ററിലെ റൊട്ടേഷണൽ മോഷനിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. ലീനിയർ ആൻഡ് ആംഗുലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ച്, നമ്മളിപ്പോൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചു. അതിനെന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാണ്. എന്തൊക്കെയാണ് പഠിച്ചു, നമുക്കൊരു ബോക്സ് പോലെ അതിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവങ്ങളാണ് ക്ലാസ്സിൽ, ഏതായാലും ശ്രദ്ധിച്ചോ. ഇത് ലീനിയർ ക്വാണ്ടിറ്റി. ഓക്കെ, വായിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ലീനിയർ ക്വാണ്ടിറ്റി, ഇത് നമുക്ക് ആംഗുലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ, ശ്രദ്ധിച്ചേ. ലീനിയർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ച ഡിസ്പ്ലേസ്മെൻറ്റ് സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാ, ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് സൂചിപ്പിക്കുന്നു. വെലോസിറ്റിനെ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, വി. ആക്സലറേഷനെയോ എ. ഫോഴ്സിനെ എഫ്. മാസ് എം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതേ മൊമെൻറ്റം എങ്ങനെ നമ്മൾ പറയാം, മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു എം വി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഒരു 10th ക്ലാസ്സിലൊക്കെ, 10th +1 +2 ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച സംഭവങ്ങൾ. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മാസ്, ഇതൊക്കെ നമ്മൾ ബേസിക് സംഭവങ്ങളാണ്. ഇനി ഇവിടെ നമ്മൾ വരുന്ന ആംഗുലാർ ക്വാണ്ടിറ്റി. ഈ ഒരു ക്വാണ്ടിറ്റിയെ ആംഗുലാർ ആക്കി മാറ്റുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം. ഓക്കെ, ആംഗുലാർ ആയിട്ട് വരുമ്പോൾ സംഭവിക്കാമെന്നല്ല. അപ്പം ഇതിനെ കമ്പയർ ചെയ്യുമ്പം, ആംഗുലാർ ക്വാണ്ടിറ്റി കമ്പയർ ചെയ്യുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആവും. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് സൂചിപ്പിക്കുന്ന അക്ഷരം തീറ്റ. ഓക്കെ, വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റിൻ്റെ ആംഗുലാർ ക്വാണ്ടിറ്റി എന്താ, ആംഗുലാർ വെലോസിറ്റി സൂചിപ്പിക്കുന്ന അക്ഷരം ഒമേഗ. ആക്സലറേഷൻ്റെയോ ആംഗുലാർ ആക്സലറേഷൻ സൂചിപ്പിക്കുന്ന അക്ഷരം ആൽഫ. ഓക്കെ, അതേപോലെ ഇവിടെ ഫോഴ്സാണ് ലീനിയറിൽ വരിക, ആംഗുലാറിൽ എന്താ വരിക, ടോർക്ക്, അതായത് ടോ. ഓക്കെ, മാസ് ആംഗുലാർ ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്താ വരിക, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ.
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിനോട്ട് ചെയ്യുക ഐ എന്ന ലെറ്റർ വെച്ചിട്ട്. ഇവിടുത്തെ മൊമെൻറ്റം ലീനിയർ മൊമെൻ്റാണിത്. ഇവിടെ നമുക്ക് എന്ത് വരും? ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്താണ് സൂചിപ്പിക്കുന്ന അക്ഷരം എൽ ആണ്. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അതായത് ഇതിനെ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കമ്പയർ ചെയ്താണ്ട് ഒരു ബോക്സ് വരച്ച് വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? ലീനിയർ ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്? ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മാസ്, മൊമെൻറ്റം. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ആംഗുലാർക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്താണ്ട് ഒരു ബോക്സ് വരയ്ക്കുക ഫസ്റ്റ്. ഓക്കെ, ഈ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരങ്ങൾ പഠിക്കണേ. ഡിസ്പ്ലേസ്മെൻറ്റിന് തീറ്റ, ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡബ്ല്യു പോലെ. പിന്നെ ആക്സലറേഷൻ ആൽഫ, ടോർക്കിന് ടോ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ്. ആംഗുലാർ മൊമെൻറ്റം എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മോട് എന്താ പറഞ്ഞത്? നെക്സ്റ്റ് ഇതിൽ ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലാർ ആക്സലറേഷൻ. ലീനിയർ ആക്സലറേഷനും ആംഗുലാർ ആക്സലറേഷനും നമ്മൾ റിലേഷൻ കൊണ്ടുവരണം. ഓക്കെ, എന്താണ് ലീനിയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ? ലീനിയർ ആക്സലറേഷൻ നമ്മൾ ഇത്രയും കാലം പഠിച്ച ആക്സലറേഷൻ എന്താ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വി മൈനസ് യു ബൈ ടി. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എന്താ ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ω2 മൈനസ് ω1 ബൈ ടി. ഇവർ രണ്ടാളും തമ്മിൽ എന്ത് ചെയ്യണം? ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവർ രണ്ടാളും എന്ത് ചെയ്യണം? നമ്മൾ എത്തിക്കണം. അപ്പം നമുക്ക് ഇപ്പോൾ നോക്കി, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, ആൽഫ ഈസ് ഈക്വൽ ടു. ഒരു നിലക്കും ഓല് രണ്ടാളും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓല് ഓക്കെ അല്ല. ഇവർ രണ്ടാളെയും ഒന്നാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് നമ്മൾ കൊണ്ടുവരുന്ന ഒരാളാണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷനിൽ അത് യൂസ് ചെയ്യുമ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി അല്ലേ? അതിന് നമ്മൾ എന്താക്കി എടുക്കും? V2. ഇപ്പോൾ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആണെങ്കിൽ V1 എന്താ? ആർ ഒമേഗ 1, V2 ആർ ഒമേഗ 2. ഓക്കെ, അപ്പം ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമുക്ക് V2 എന്ന് കൊടുക്കുക, ഇനീഷ്യൽ വെലോസിറ്റി V1 എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടടാ? എ ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, വിക്ക് നമ്മൾ എന്ത് കൊടുക്കും? V2 ആർ ഒമേഗ 2 മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി V1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ആർ ഒമേഗ 1 ബൈ ടി. ഓക്കെ, ഇവിടെ നമുക്ക് ആർ ഒമേഗ 2 കിട്ടിയത് ഇവിടെ വി ആണുള്ളത്. വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി, അതായത് V2 എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഒമേഗ 2 നമ്മൾ കൊടുത്തു. ഇതിൽ നോക്കുക, ഒമേഗ 2ൻ്റെയും ഒമേഗ 1ൻ്റെയും കൂടെ ആരുണ്ടടാ? ആറില്ലേ? അതുകൊണ്ട് നമ്മൾ ആറിനെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി. ഓക്കെ അല്ലേ? അതായത് ഈ ഒമേഗ 2ൻ്റെയും ഒമേഗ 1ൻ്റെയും കൂടെ ആറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആറിനെ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ 2 മൈനസ് ഇങ്ങനെ കിട്ടും. ഇതെന്താ സാധനം? ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താടാ? ഇതല്ലേ? ഇതെന്താ? ആൽഫ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഇതാണ് ആൽഫയും എയും. നമ്മളെ ഉദ്ദേശം എന്താ? എയും ആൽഫയും തമ്മിൽ എന്ത് ചെയ്യണം? ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരണം, ഒരു ബന്ധം കൊണ്ടുവരണം. ആ ബന്ധം നമ്മൾ കൊണ്ടുവന്നില്ലേ? എ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ആൽഫ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാ ക്വാണ്ടിറ്റിനെയും കമ്പയർ ചെയ്തു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്സലറേഷൻ ആൻഡ് ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ നമ്മൾ കണ്ടു. എന്താ? എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഓക്കെ, പഠിച്ചു വെക്കട്ടാ. അടുത്തത് ഇവിടെ പറയണമെന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറ്റുന്നത് ചുരുക്കി പറയാൻ. എന്നിട്ടോ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ തിയറം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് കുറച്ച് തിയറംസ് ഉണ്ട്. ആ തിയറംസിനെ കുറിച്ച് പറയണം. നമുക്ക് എന്തൊക്കെ പറയണം? ആദ്യം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പറയണം, എന്നിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ തിയറംസ് പറയണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ് ഇവിടെ പറയുന്നത്? എന്താ?
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വസ്തുവിനെ കറക്കാൻ ആ വസ്തു ഒരു പ്രതിരോധം കാണിക്കൂലടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നോക്കാം. എന്താ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? നോക്ക്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ നോക്ക്, ഒരു വസ്തു, ഈ വസ്തു എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ കറക്കണം. ഓക്കെ, ഇങ്ങനെ കറക്കുകയാണ്. ഇങ്ങനെ കറക്കുമ്പം ഈ വസ്തു കറങ്ങാൻ ആദ്യം തുടക്കത്തിൽ തന്നെ ഭയങ്കര സ്പീഡിൽ കറങ്ങൂലല്ലോ. ഓക്കെ, തുടക്കത്തിൽ തന്നെ അത് പതുക്കെ കറങ്ങി തുടങ്ങിയല്ലോ. അതായത് ആ കറങ്ങി തുടങ്ങാൻ അല്ലെങ്കിൽ കറങ്ങിയോണ്ട് നിൽക്കുന്നൊരു വസ്തുവിൻ്റെ കറക്കം നിർത്താൻ നമ്മൾ ആ ഒരു വസ്തു കാണിക്കുന്ന റെസിസ്റ്റൻസിന് പറഞ്ഞ പേരാണെന്ത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം നമ്മളിത് എങ്ങനെ പറയാം? റെസിസ്റ്റൻസ് ടു ചേഞ്ചസ്, മാറ്റങ്ങൾക്കുള്ള റെസിസ്റ്റൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷനിലെ സ്റ്റേറ്റ് അവസ്ഥ, റൊട്ടേഷണൽ മോഷൻ രണ്ടവസ്ഥയല്ലോ, ഒന്നെങ്കിൽ കറങ്ങുക അല്ലെങ്കിൽ നിൽക്കുക. ഈ ഒരു അവസ്ഥയിൽ അവിടെ മാറ്റങ്ങൾക്ക് കാണിക്കുന്ന റെസിസ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. എങ്ങനെ പറയാം? റെസിസ്റ്റൻസ് ടു ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസ് ഓഫ് ദി ബോഡി. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസ് ഓഫ് ദി. ഇപ്പോൾ മാസ് കുറഞ്ഞൊരു വസ്തുവുണ്ട്, മാസ് കൂടിയൊരു വസ്തുവുണ്ട്. ഇതിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ രണ്ടാൾക്ക് വ്യത്യസ്തമല്ലേ? അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടടാ? മാസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പഠിച്ചു വെക്കുക. അതേപോലെ നിങ്ങളെ മൈൻഡിലേക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഓടി എത്തേണ്ട ഇക്വേഷനാണ് I = mr². I എന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനാണ് I എന്ന് പറയുന്നത്. M എന്ന് പറഞ്ഞാലോ വസ്തുവിൻ്റെ മാസ്. R ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഈ ചിത്രം നോക്കുക, ഈ ചിത്രം വരച്ച് വെക്കട്ടോ. ഈ ചിത്രം ഇതിൽ നിന്നാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണേ. R എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആക്സിസും ഈ പാർട്ടിക്കിളും തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആൻഡ് ദ ആക്സിസ്. ഓക്കെ, അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി എത്തേണ്ട ഇക്വേഷനാണ് I = mr². ഇത്രയും കാര്യങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ പറ്റി എഴുതണം. പക്ഷെ നമ്മളോട് ചോദിച്ച മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് മാത്രമല്ലല്ലോ, നമ്മളോട് എന്തൊക്കെ ചോദിച്ചിരിക്കണേ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് ചോദിച്ചിരിക്കണ്. പിന്നെ സ്റ്റേറ്റ് ദ തിയറംസ്. അത് മറക്കരുത്, തിയറംസ് ഓഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് രണ്ട് തിയറം ഉണ്ട്. ഓക്കെ, ഒരു തിയറത്തിൻ്റെ പേരാണ് പാരലൽ ആക്സിസ് തിയറം. രണ്ടാമത്തതോ പെർപെൻഡിക്കുലാർ ആക്സിസ് തിയറം. ഓക്കെ, തിയറം എന്നുണ്ടായതും തിയറം. രണ്ട് തിയറാണ്, പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് വാ. എന്താ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ? ഇവിടെ പറയുന്നുണ്ട് പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് വേണ്ട, ഒരു റിങ് കൺസിഡർ ചെയ്തു. ഒരു റിങ്, ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിന് പാരലായിട്ട് ഇത് നമുക്കറിയാം, സെൻറ്റർ ഓഫ് മാസിലുള്ള ആക്സിസ്. ഇപ്പോൾ നമ്മൾ IG എന്ന് വിളിച്ചു. ഓക്കെ, ഇതിന് പാരലായിട്ട് വേറെ ആക്സിസ് നമുക്കറിയില്ല, ആക്സിസ് I എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ അറിയാത്ത ആക്സിസ് I കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IG നമുക്കറിയാവുന്ന സെൻറ്റർ ഓഫ് മാസിലുള്ള ആക്സിസ് പ്ലസ് റിങ്ങിൻ്റെ മാസ്, അതേപോലെ ഈ രണ്ട് ആക്സിസിലെ ഇവർ തമ്മിലുള്ള ദൂരം A ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ A². ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരേണ്ട ഇക്വേഷനാണ് I = IG + MA². ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി പാർട്ടാണ് മേലുള്ളത്. എന്താ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. MI എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ആരൊക്കെ തമ്മിൽ സം ചെയ്യണം? ഒന്ന് പാരലലായിട്ടുള്ള ആക്സിസ് IG പ്ലസ് പിന്നെ ആരൊക്കെ? പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, അതാണ് M × A². അപ്പോൾ ഒന്നുമില്ല, ഈ തിയറി ഇതിലിപ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരിക ഈ മേലത്തെ ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവം പഠിക്കാനാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒന്നുമില്ല, ഈ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഈ എക്സ്പ്ലനേഷൻ പഠിക്കാനായിരിക്കും ഈ തിയറത്തിൽ പ്രയാസം വരിക. ബാക്കിയൊക്കെ ഇത് സിമ്പിളാണ്.
പാരലാക്സിസിൻ്റെ തിയറം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈക്വേഷനിൽ എന്ത് ചെയ്യണം, ഓർമ്മ വരണം. എന്നിട്ട് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഒരു ആക്സിസിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് പാരലൽ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ പ്രൊഡക്റ്റ് ആണെന്താ ഗുണിക്കുക, ആരൊക്കെ തമ്മിൽ ഗുണിക്കണം? മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ്. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കട്ടോ. പക്ഷേ പാരലൽ ആക്സിസ് തിയറത്തുമ്പോൾ തീരുന്നില്ലല്ലോ, വേറെ തിയറുമില്ല പെർപെൻഡിക്കുലർ. പാരലൽ ആക്സിസ് തിയറത്തിനെ അപേക്ഷിച്ച് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണ്? സിമ്പിളാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഒന്നുമില്ല. ഇപ്പോൾ നോക്കാം, ഈ സെഡ് എക്സ്, സെഡ് വൈ എക്സ്, ഇങ്ങനെ മൂന്ന് ആക്സിസ്. ഇതിൽ എക്സ് ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കൂട്ടിയാൽ, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാ? ഐ അല്ലേ? എക്സ് ആക്സിലായതുകൊണ്ട് ഐ എക്സ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ്, വൈ ആക്സിലായതുകൊണ്ട് ഐ വൈ. അപ്പോൾ നമുക്ക് ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഐ സെറ്റ്. അതായത് സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എക്സ് ആക്സിസ്, എക്സ് ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും സമ്മാണ്, ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വൈ ആക്സിസ്, വൈ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെഡ് ആക്സിസ്. Moment of inertia of x axis plus moment of inertia of y axis is equal to moment of inertia of z axis. ഇക്വേഷൻ ആണത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ 7 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സെക്യൂർ ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ പ്രോബ്ലം കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിടും. നോക്കാം എന്താ ക്വസ്റ്റ്യൻ. ആൻ എൻജിൻ ഡെവലപ്സ് 20 kW ഓഫ് പവർ. ഒരു എൻജിൻ എന്ത് ചെയ്യുന്നുണ്ട്? 20 kW ഓഫ് പവർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ഇറ്റ് ലിഫ്റ്റ് 100 kg ടു ഹൈറ്റ് ഓഫ് 50 മീറ്റർ. അതായത് ഒരു 100 കിലോഗ്രാം ഭാരമുള്ള ഭാരത്തിനെ 50 മീറ്ററിലേക്ക് ഉയർത്താൻ എത്ര സമയം വേണ്ടി വരുന്നു? വല്ലതും മനസ്സിലായോ? ഒരു എൻജിൻ എത്ര കിലോവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടടാ? 20 കിലോവാട്ട് അല്ലേ? അതേപോലെ അപ്പോൾ ചോദ്യം ഇത്ര ഉള്ളൂ, ഒരു 100 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിന് 50 മീറ്റർ ഹൈറ്റിലേക്ക് പൊന്തിക്കാൻ എത്ര സമയമെടുക്കുന്നു? അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് കാണണം? നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്താൽ തന്ന സംഭവങ്ങൾ എടുത്ത് ചെയ്താൽ പവർ എത്രയാണ് തന്നെ? 20 കിലോവാട്ട്. 20 കിലോവാട്ട് പറഞ്ഞാൽ എത്ര? 2000 20,000 വാട്ട്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും അറിയില്ലേ? പിന്നെ അടുത്തടുത്ത് ചെയ്താ എന്താ? മാസ് തന്നിക്കണം. എത്ര തന്നെ? 100 കിലോഗ്രാം. ഹൈറ്റും തന്നിക്കണേ എത്രടാ? 50 മീറ്റർ. ഓക്കെ അല്ലേ? എത്ര കാര്യം സിമ്പിളാക്കി എടുത്ത് എഴുതി കൂടെ? നമുക്കറിയാം പവർ കാണാനുള്ള ഇക്വേഷനാണ് വർക്ക് ബൈ ടൈം. പിന്നെ പവർ എങ്ങനെ കാണുക? ഞാൻ എത്ര വർക്ക് എത്ര സമയം കൊണ്ട് ചെയ്തു, അതാണല്ലോ എൻ്റെ പവർ. അപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ പവർ പറഞ്ഞാൽ അത്ര 20,000 വർക്ക് ബൈ ടൈം. നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് വർക്ക് കാണണം. വർക്ക് എങ്ങനെ കാണുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. ഓക്കെ, വർക്ക് അങ്ങനെ കാണാം. വർക്കാണുള്ള ഇക്വേഷനാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നോക്കേ, ഈ 100 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ ഒരു ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണം? 100 തന്നെ കൊടുക്കണ്ടേ? അതായത് അതിൻ്റെ വെയിറ്റ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്താ? ആ വെയിറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഒരു 100 കിലോഗ്രാം വെയിറ്റുള്ളൊരു സാധനമുണ്ട്. ആ സാധനത്തിന് നമുക്ക് പൊന്തിക്കണമെങ്കിൽ അത്രയും തന്നെ ഫോഴ്സ്, ആ വെയിറ്റിന് അത്രയും തന്നെ ഫോഴ്സ് കൊടുക്കണ്ടേ? അപ്പോൾ അവിടുത്തെ വെയിറ്റാണ് അവിടുത്തെ ഫോഴ്സ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാടാ? 50. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, നമുക്ക് തന്ന ഹൈറ്റ്. അപ്പോൾ നോക്കേ, മാസ് എത്ര ഇവിടുത്തെ? മാസ് 100. ജി എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമുക്കറിയാം 9.8 ആണ്. ഹൈറ്റോ 50. ഇതാണ് 9.8 വന്ന ജി. അതായത് ഗ്രാവിറ്റി കാരണമുള്ള ആക്സലറേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 9.8 ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേ, ഇതിൻ്റെ വാല്യൂ എന്താ വരടാ? 100 × 50
5000. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടും? 49,000. എത്രടാ? 49,000 ജൂളാണ് എന്ത് വർക്ക് എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളല്ലേ? വർക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഒരു വസ്തുവിന് 100 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ പൊന്തിക്കാൻ അതേ ഭാരത്തിലുള്ള ഫോഴ്സ് കൊടുക്കണ്ടേ? അതുകൊണ്ട് mg എന്ന് എടുത്തു. ഇനി നമുക്ക് സിമ്പിളാണ്, നേരെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. ഈ ഇക്വേഷനല്ലേ ഇതിൽ കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുക. വർക്ക് എത്ര കിട്ടിയപ്പോൾ നമുക്ക് 49,000 ഡിവൈഡഡ് ബൈ ടൈം എത്ര? ടൈം നമുക്ക് കാണണം, ടൈം കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കേ? പി എന്ന് പറഞ്ഞാൽ എത്രടാ? പവർ എത്ര നമ്മൾ തന്ന ക്വസ്റ്റ്യനിൽ തന്നിക്കണല്ലോ. എത്ര പവർ? 20,000 സമം 49,000 ഡിവൈഡഡ് ബൈ ടൈം. അപ്പം നമുക്കൊന്നുമില്ല, അതിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടൈമിനാണ്ട് കൊണ്ടുപോവുക, 20,000 അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? 49,000 ഡിവൈഡഡ് ബൈ 20,000 ഒക്കെ വിട്ടാം. 49/20 സമയം. 49/20 എന്ന് പറഞ്ഞാൽ എത്രടാ? 2.45 സെക്കൻഡ്. ഓക്കെ, അതായത് 100 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിന് 50 മീറ്റർ ഉയർത്തണമെങ്കിൽ നമുക്കുള്ള മെഷീന് 20 കിലോ വാട്ട് പവർ കൊടുക്കുമെന്നുണ്ടെങ്കിൽ അത് എത്ര സമയം കൊണ്ട് ഉയർത്തും? 2.25 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? അവിടേക്ക് എത്തും. ഓക്കെ അല്ലേ? ഇതിങ്ങനെ തന്നെ സോൾവ് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ തന്ന ഇക്വേഷനൊക്കെ എടുത്ത് എഴുതുന്നു, അല്ല തന്ന സംഭവങ്ങൾ എടുത്ത് എഴുതുന്നു. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണെന്ന് എഴുതുന്നു. വർക്ക് കാണൽ എങ്ങനെ? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ വർക്ക് കാണുന്നു, എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നിടുന്നു. സാധാരണ പവർ കാണാൻ തന്നെ പറയല്. ഇപ്പോൾ ഇവിടെ സമയം ചോദിച്ചു എന്നുള്ളൂ, ഇതിൽ ഏതും ചോദിക്കാം. അപ്പോൾ പവർ ചോദിക്കാം, വർക്ക് ചോദിക്കാം, ടൈം ചോദിക്കാം. അപ്പോൾ ഏത് കാണുകയാണെങ്കിലും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് കാണാം കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്തതാണ് ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ചൂടുണ്ട്, ഈ ചൂട് ഇവിടേക്ക് എത്തുക. മനസ്സിലായോ? ചൂട് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അതിന് പല പല മോഡ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു കമ്പി കഷ്ണം എടുത്തിട്ട് ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇതിന് തീ കൊടുക്കുകയാണ് മേക്കുതിരിന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഇത് എ, ഇത് ബി ആണെങ്കിൽ ഫസ്റ്റ് എ ഭാഗത്ത് നല്ല ചൂട് വരും അല്ലേ? ക്രമേണ എന്ത് ചെയ്യും? ഈ ചൂട് ഇങ്ങനെ പോയി എവിടെ എത്തും? ബിയിലെത്തൂലടാ. അപ്പം ചൂട് ഇവിടെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണത്? അതായത് ഇവിടെ മെറ്റൽ ലോഹങ്ങളിൽ എങ്ങനെയാണ് താപം ചൂട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക? ആ ഒരു ഇതിൻ്റെ പേരാണ് കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. മനസ്സിലായോ? അതായത് ഇതൊരു മെറ്റലല്ലേ? മെറ്റൽ അല്ലെങ്കിൽ സോളിഡ്. ഈ സോളിഡ് എങ്ങനെ ചൂടാവുക? പാർട്ടിക്കിൾ തമ്മിൽ മൂവ്മെൻ്റ് ഇല്ലല്ലോ. സോളിഡ് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് അല്ലേ? അവിടെ പാർട്ടിക്കിൾ റിജിഡായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ എപ്പോഴും എവിടെ ഉണ്ടാവുക? കണ്ടക്ഷൻ എപ്പോഴും പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ, അതായത് സോളിഡ്സിലാണെന്നുണ്ടാവുക കണ്ടക്ഷൻ ഉണ്ടാവുക. ഇതെന്താണ്? ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഇട്ട് വെച്ചാൽ കുറേ കഴിയുമ്പോൾ കയ്യിലെന്ത് ചെയ്യും? നമ്മൾ പിടിച്ചിന ഭാഗത്തേക്ക് ചൂടെത്തും. ആ ഒരു സംഭവത്തിനെ പറഞ്ഞ പേരാണ് കണ്ടക്ഷൻ. അപ്പം ഒന്നാമത്തെ മോഡാണ് കണ്ടക്ഷൻ. 3 മോഡുകളുണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിന്. ഒന്ന് കണ്ടക്ഷന് നമുക്ക് എന്തൊക്കെ പറയാം? ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻ്റ് ഇല്ലാത്ത പാർട്ടിക്കിൾ. ഇവിടെ എന്തില്ല? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ആളാണ് കണ്ടക്ഷൻ. അതായത് നോ മൂവ്മെൻറ്റ് ഇൻ പാർട്ടിക്കിൾസ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ
അങ്ങനെ ചെയ്തരുതേ, ഇങ്ങനെ 3 മോഡ്സുകളുണ്ട്. അതങ്ങനെ ചെയ്താൽ നമുക്ക് കണ്ടക്ഷൻ, പിന്നെ രണ്ടാമത്തത് കൺവെക്ഷൻ, മൂന്നാമത്തത് റേഡിയേഷൻ. ഓക്കെ, ഇങ്ങനെ 3 വഴികളിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഈ കണ്ടക്ഷൻ എപ്പോഴും എവിടെ ഉണ്ടാവുക? സോളിഡിലാണ് ഉണ്ടാവുക. അതായത് അവിടെ പാർട്ടിക്കിളിന് മൂവ്മെൻ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹീറ്റ് ട്രാൻസ്ഫർ. കണ്ടക്ഷനിൽ എന്ത് ചെയ്യുക? ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാടാ? ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ, വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ. പക്ഷേ കൺവെക്ഷൻ എവിടെ ഉണ്ടാവുക? ലിക്വിഡ് ഗ്യാസിലൊക്കെ ആരുണ്ടാവുക? കൺവെക്ഷൻ. ലിക്വിഡും ഗ്യാസിലൊക്കെ എന്താ? പാർട്ടിക്കിൾ മൂവ് ചെയ്യൂലേ? ലിക്വിഡും ഗ്യാസിലൊക്കെ അവിടെ ആരുണ്ടാവും? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നിടത്ത് ആരുണ്ടാവും? അവിടെ കൺവെക്ഷൻ ഉണ്ടാവും. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമുക്ക് എന്താ പറയാം? ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ, ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ. അതായത് കണ്ടക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര്? കൺവെക്ഷൻ. മൂന്നാമത്തെ ആളാണ് ആര്? റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ്, ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. എന്താടാ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഒരുപാട് റേഡിയേഷൻസ് ഇല്ലേ? അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പം റേഡിയേഷൻ എന്ന് പറഞ്ഞ മാർഗത്തിൽ എങ്ങനെ താപം ട്രാൻസ്ഫർ ചെയ്യാം? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെ രൂപത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഏത് മോഡാണ്? റേഡിയേഷൻ മോഡ്. അപ്പോൾ നോക്കുക, നമ്മോട് എന്താ ചോദിച്ചത്? ഡിസ്കസ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന മോഡിനെ പറ്റി പറയാൻ. ഒന്നാമത്തെ മോഡാണ് കണ്ടക്ഷൻ, രണ്ടാമത്തത് കൺവെക്ഷൻ, മൂന്നാമത്തെ റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സോളിഡിൽ മെറ്റലിലൊക്കെ ഉണ്ടാവുക. ഇവിടെ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ മൂവ് ചെയ്യാതെ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. കൺവെക്ഷൻ എന്ന് പറഞ്ഞാലോ നേരെ തിരിച്ച്, ലിക്വിഡിൽ ഗ്യാസിലൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് കാരണം എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. റേഡിയേഷൻ എന്ന് പറഞ്ഞാലോ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആരറിയോ? റേഡിയേഷനാണ് ഇതിൽ ഏറ്റവും ഫാസ്റ്റ്. ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതാ? റേഡിയേഷൻ. ഏറ്റവും സ്ലോ ആരാ? കണ്ടക്ഷനാണ് ഏറ്റവും സ്ലോ. ഓക്കെ. ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന, ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്ന 3 മോഡുകളിൽ ഏറ്റവും ഫാസ്റ്റ് ആരാണ്? റേഡിയേഷനാണ്. ഏറ്റവും സ്ലോ ആരാണ്? കണ്ടക്ഷനാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നോക്കി വെക്കുക. ഇത് ചിലപ്പോൾ ഒരു മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ അല്ലേ? ഇത് ഇത്രയും ഓർത്ത് വെക്കണേ. കണ്ടക്ഷനേക്കാൾ സ്പീഡ് കൂടുതലാണ് ആർക്ക്? കൺവെക്ഷന്. കൺവെക്ഷൻ ഒന്നുകൂടി കണ്ടക്ഷനായിട്ടിലും സ്പീഡിൽ എന്ത് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ഏറ്റവും ഫാസ്റ്റ് റേഡിയേഷനാണ്. ഇത് ഓർത്ത് വെക്കട്ടോ. അപ്പോൾ നമ്മൾ ഹീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അപ്പോൾ നമ്മൾ ഹീറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ നോക്കേ, ഇവിടെ പറയണെന്താ? ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് മെർക്കുറി തെർമോമീറ്റർ ആൻഡ് പൈറോമീറ്റർ. മിക്കവാറും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിന് ഏതെങ്കിലും ഒന്നിൻ്റെ ഒക്കെ ചോദിക്കും. അപ്പോൾ നോക്കട്ടാ, മെർക്കുറി തെർമോമീറ്റർ എന്താ, പൈറോമീറ്റർ എന്താന്ന് പഠിക്കാം നമുക്ക്. അപ്പോൾ നോക്കിക്കോ, നമുക്കറിയാം തെർമോമീറ്റർ, മെർക്കുറി തെർമോമീറ്റർ കാണാത്ത ആരും ഉണ്ടാവില്ല. ലാബിൽ നിന്നോ ആശുപത്രിയിൽ നിന്നൊക്കെ കണ്ടുപോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്ക്, തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും വായിച്ചു നോക്കടാ. മെർക്കുറി തെർമോമീറ്റർ യൂസ്ഡ് ഇൻ ലാബ് ആൻഡ് മെഡിക്കൽ ഫീൽഡ്. നമുക്കിപ്പോൾ മെർക്കുറി തെർമോമീറ്ററിനെ പറ്റി എഴുതാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്താൽ? യൂസ്ഡ് ഇൻ ലാബ് ആൻഡ് മെഡിക്കൽ ഫീൽഡ്. ഇതിൽ കൂടെ ആർക്കും എഴുതാം, ലാബിലും മെഡിക്കൽ ഫീൽഡിലാണ് ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സിൻ്റെ തെർമൽ എക്സ്പാൻഷനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് ഇത് മെർക്കുറി തെർമോമീറ്റർ. മനസ്സിലായോ? എന്താ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? വികസിക്കുക, ചൂട് തട്ടെ വികസിക്കുക. അപ്പോൾ നോക്കി, മെർക്കുറി തെർമോമീറ്ററിൽ ലിക്വിഡ് ആരാ? മെർക്കുറിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്.
നമ്മൾ ചൂട് തട്ടിയാൽ എക്സ്പാൻഡ് ചെയ്യുക ലിക്വിഡ്. അത് അവിടുത്തെ പ്രിൻസിപ്പിൾ. അത് വെച്ചാണ്ടാണ്, ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെർമോമീറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബ് ഇതാണ്, ഈ പുറത്ത് കാണുന്ന ട്യൂബാണ്, മാർക്ക് ചെയ്ത ട്യൂബാണ് ഗ്ലാസ് ട്യൂബ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ട്യൂബ് കണ്ടോ ഇവിടെ ഇങ്ങനെ, ആ ട്യൂബാണ് ഏത്, കാപ്പിലറി ട്യൂബ്. എന്താടാ, കാപ്പിലറി ട്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ ഒന്നും കിട്ടണില്ല ഒരാൾക്ക്, വർക്കിങ്ങും കൺസ്ട്രക്ഷനൊക്കെ എഴുതാൻ പറഞ്ഞു എക്സാമിന്. അപ്പോൾ നമുക്കൊന്നുമില്ല, ദർ ഈസ് എ ഗ്ലാസ് ട്യൂബ്, ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ് ദർ ഈസ് എ കാപ്പിലറി ട്യൂബ്. ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു കാപ്പിലറി ട്യൂബ് ഉണ്ട്. കാപ്പിലറി ട്യൂബ് ഹാസ് ആൻ എൻഡ്. ഈ കാപ്പിലറി ട്യൂബിനൊരു എൻഡ് ഉണ്ട്. ദാറ്റ് എൻഡ് ഈസ് ഫിൽഡ് വിത്ത് മെർക്കുറി. മെർക്കുറി എന്ത് ചെയ്തിട്ടുണ്ട്, ആ എൻഡിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിക്കൂടെ, ആർക്കും എഴുതിക്കൂടെ. ദർ ഈസ് എ ഗ്ലാസ് ട്യൂബ്, ഇൻസൈഡ് ദ ഗ്ലാസ് ട്യൂബ് ദർ ഈസ് എ കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് പറഞ്ഞാൽ ഈ മെലിഞ്ഞ ട്യൂബ്, ഉള്ളിലുള്ള ഈ മെലിഞ്ഞ ട്യൂബില്ലേ, ഓക്കെ, അങ്ങനെയുണ്ട്. ദാറ്റ് കാപ്പിലറി ട്യൂബ് ഹാസ് ആൻ എൻഡ്. കാപ്പിലറി ട്യൂബിന് ഒരു എൻഡ് ഉണ്ട്. ആ എൻഡിൽ ആര് ഫില്ല് ചെയ്തിട്ടുണ്ട്, മെർക്കുറി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മളിപ്പോൾ ചൂട് എങ്ങനെ അളക്കുക, മെർക്കുറി തെർമോമീറ്റർ വെച്ചാണ്ട് എങ്ങനെയാണ് ആ താപം അളക്കുക. നമ്മളെന്ത് ചെയ്യും, ഈ ഭാഗം ഉണ്ടല്ലോ, മെർക്കുറി ഫില്ല് ചെയ്ത ഈ ബൾബ്, ഈ ഭാഗത്തിന് പറഞ്ഞ പേരാണ് ബൾബ്. ഈ ബൾബ് നമ്മളെന്ത് ചെയ്യും, ഹീറ്റിലോടുത്ത് കൊണ്ടുപോയി വെക്കും. അപ്പം വെൻ ദ ഗ്ലാസ് ട്യൂബ്, അല്ലെങ്കിൽ ഈ ബൾബ് ഇവിടെ ഹീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, മെർക്കുറിൻ്റെ ലെവൽ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. ചൂട് കൂടിയെടുത്ത് കൊണ്ടുപോയി വെച്ചാൽ മെർക്കുറി ലെവൽ ഇങ്ങനെ കൂടി പോകും. ചൂട് കുറഞ്ഞെടുത്താണെങ്കിൽ എന്ത് ചെയ്യും, മെർക്കുറി ലെവൽ എന്ത് ചെയ്യും, ഫാൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്ര എഴുതി കൂടെ, വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇവിടെ ഇതാ, വെൻ ദ ലിക്വിഡ് ഈസ് ഹീറ്റഡ് മെർക്കുറി എക്സ്പാൻഡ്സ് മോർ. മെർക്കുറി എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. സോ ലിക്വിഡ് ലെവൽ റൈസ് ചെയ്യും. പിന്നെ ആൻഡ് ഫാൾസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ലിക്വിഡ് ലെവൽ എന്ത് ചെയ്യും, ഫാൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള പോലെ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഭാഷയിൽ എഴുതുക. എങ്ങനെ, വെൻ ഹീറ്റ് ഇൻക്രീസസ്. ഹീറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, മെർക്കുറി ലെവൽ റൈസസ്. മെർക്കുറിൻ്റെ ലെവൽ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. വെൻ ഹീറ്റ് ഡിക്രീസസ് മെർക്കുറി ലെവൽ ഫാൾസ്. ഇത്രയെങ്കിലും എഴുതട്ടാ, നിങ്ങളെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലായത് എഴുതാം. അടുത്ത ആളാണ്, ഓക്കെ. അതിന് മുന്നൊരു കാര്യം പറയാണ്ട്, മെർക്കുറി തെർമോമീറ്ററിൻ്റെ റേഞ്ച് എത്രയടാ, -30°C ടു 250°C. അതായത് മെർക്കുറി തെർമോമീറ്റർ വെച്ചാണ് നമുക്ക് അളക്കാൻ കഴിയുന്ന പരിധി എന്ന് പറഞ്ഞാൽ എത്രയടാ, -30°C ടു 250°C. ഇത്ര റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, മെർക്കുറി തെർമോമീറ്റർ അളക്കാൻ കഴിയും. അപ്പോൾ പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പൈറോമീറ്ററോ തെർമോമീറ്റർ ആണ്. പക്ഷേ പൈറോമീറ്ററിന് എന്തുണ്ട്, ഇതൊരു പരിമിതിയല്ലേ മെർക്കുറി തെർമോമീറ്ററിൻ്റെ. അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ആരുപയോഗിക്കാം, പൈറോമീറ്റർ ഉപയോഗിക്കുക. അതായത് പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് മെഷർ ടെമ്പറേച്ചർ എബോവ് 500°C. മെർക്കുറി തെർമോമീറ്റർ 250 വരെ പോവുള്ളൂ. പൈറോമീറ്റർ അപ്പം 500 മേലേക്കുള്ളതിനൊക്കെ അളക്കാൻ ആരുപയോഗിക്കാൻ പറ്റും, പൈറോമീറ്ററിനെ ഉപയോഗിക്കാൻ പറ്റും. 500°C എബോവ് ഉള്ള ടെമ്പറേച്ചർ അളക്കാൻ നമുക്ക് ആരെ യൂസ് ചെയ്യുക, പൈറോമീറ്ററിന് യൂസ് ചെയ്യുക. പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ ആണ്. ഓക്കെ, ഓർത്ത് വെക്കട്ടോ. മെർക്കുറി തെർമോമീറ്റർ, ഇപ്പോൾ ഇവിടെ ഒരു ചൂടുള്ള വസ്തുണ്ട്, ഇതൊരു ചൂടുള്ള വസ്തുവാണ്. മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ കൊണ്ടുപോയി വെക്കണ്ടേ. പക്ഷേ പൈറോമീറ്റർ എന്ത് ചെയ്യണ്ട, ആ സാധനത്തിൽ കൊണ്ടുപോയി വെക്കണ്ട, അതൊരു നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, മെർക്കുറി തെർമോമീറ്റർ എന്താണ്, കോണ്ടാക്ട് തെർമോമീറ്റർ ആണ്. പൈറോമീറ്ററോ നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ ആണ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കേ. പൈറോമീറ്റർ ഒരു നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ, എ ഹോട്ട് ബോഡി എമിറ്റ്സ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഒന്നുമില്ല, ഈ ഹോട്ട് ബോഡി ഇല്ല ഇവിടെ ഉള്ളത്, ഈ ഹോട്ട് ബോഡി എന്ത് ചെയ്യും, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇങ്ങനെ പുറന്തള്ളും. അത്രയും ചൂടാകുമ്പോഴാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വരിക. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ത് ചെയ്യും, കോൺവെക്സ് ലെൻസിലൂടെ കടത്തി വിടും. കോൺവെക്സ് ലെൻസിലൂടെ കടത്തി വിടുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഒരു ബ്ലാക്ക് ബോഡിയിലേക്ക് എത്തുന്നു. ഈ ബ്ലാക്ക് ബോഡിയിലേക്ക് എത്തുന്ന ചൂടിനെ ഈ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ലാസ്റ്റ് ഇയാൾ എന്ത് ചെയ്യും, അളന്നിട്ട് അത് എത്ര ചൂട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, when the hot body emits infrared radiation passing through the convex lens and concentrated, എന്താടാ, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതിനെല്ലാത്തിനും കോൺസെൻട്രേറ്റഡ് ഓൺ എ ബ്ലാക്ക് ബോഡി, ആൻഡ് ദ മെഷർമെൻറ്റ് ഈസ് ടേക്കൺ ബൈ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. ഇവിടുത്തെ മെഷർമെൻറ്റ് ആരാ എടുക്കുന്നത്, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കണം കേട്ടോ പരീക്ഷയ്ക്ക്. ഓക്കെ അല്ലേ? അതായത് മെർക്കുറി തെർമോമീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -30°C to 250°C ആണ്. പൈറോമീറ്ററിൻ്റെ റേഞ്ചോ എബവ് 500°C ആണ്. മെർക്കുറി തെർമോമീറ്റർ ഒരു കോണ്ടാക്റ്റ് തെർമോമീറ്ററാണ്, പൈറോമീറ്ററോ നോൺ കോണ്ടാക്റ്റ് തെർമോമീറ്ററാണ്. പിന്നെ ഈ ഫിഗറുകൾ പഠിച്ചു വെക്കുക. കോൺവെക്സ് ലെൻസ് മറക്കണ്ട, ബ്ലാക്ക് ബോഡി. ഇവിടുത്തെ പൈറോമീറ്ററിന് ഒന്ന് റീഡിങ് എടുക്കുക, ഈ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചാണ് എന്ത് ചെയ്യുക, റീഡിങ് എടുക്കുക. ഓക്കെ അല്ലേ? അടുത്ത ഭാഗമാണ് ബെർണോളിസ് തിയറം. എന്താടാ? ബെർണോളിസ് തിയറം. ഓക്കെ, ഈ ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പൊതുവേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ട സംഭവം കേട്ടോ. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞ എന്താ, ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറാണ്. സാധാരണ ചോദിക്കുക സ്റ്റേറ്റ് ബെർണോളിസ് തിയറം എന്ന് ചോദിക്കും. എങ്ങനെ ബെർണോളിസ് തിയറം നമ്മളെങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, അതായത് ബെർണോളിസ് തിയറം എന്താണെന്ന് എഴുതാൻ പറയാം ആദ്യം. അപ്പോൾ എല്ലാവരും എഴുതണം, ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ എല്ലാവരും. ഇതാ സം ഓഫ് പ്രഷർ എനർജി, സം ഓഫ് പ്രഷർ എനർജി കോമ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി per unit volume of a fluid is constant. അതായത് ഒന്നുമില്ല, സം ഓഫ് പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡ് എന്ന ദ്രവ്യം, ഒരു ദ്രവ്യത്തിൻ്റെ പ്രഷർ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂട്ടിയാൽ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. അതായത് പ്രഷർ എനർജി നമ്മൾ P പ്ലസ് കൈനറ്റിക് എനർജി നമ്മൾ ½ ρv² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ρgh എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ആ ഇക്വേഷൻ. അതായത് ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. സം ഓഫ് പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇത് എഴുതുക, പിന്നെന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ എഴുതി വെക്കുക. അത്ര ചെയ്താൽ മതി. ഇനി അതല്ല, അതിൻ്റെ കൂടെ അപ്ലിക്കേഷൻസ് കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻസ് 2 അപ്ലിക്കേഷനാണുള്ളത് ബെർണോളിസ് തിയറത്തിന്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ, ഓക്കെ, ബെർണോളിസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ അപ്ലിക്കേഷനാണ് അറ്റോമൈസർ. അതായത് അറ്റോമൈസർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പ്രേയർ. നമ്മൾ സ്പ്രേ ഒക്കെ ഇല്ല, നമ്മൾ അടിക്കുന്ന സ്പ്രേ ഒക്കെ ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ്. എന്താ സംഭവം? ഒന്നുമില്ല, ബെർണോളിയിൽ ഇത്ര പറയണേ, വെലോസിറ്റി കൂടുമ്പോൾ ആര് കുറയടാ, പ്രഷർ കുറയും. അതാദ്യം എല്ലാവരും മനസ്സിൽ വെക്കട്ടോ, വെലോസിറ്റി കൂടുമ്പം പ്രഷർ കുറയും. അപ്പോൾ നോക്ക്, ഞാനിവിടെ ഈ പിസ്റ്റൺ അമർത്തുക, നമ്മൾ സ്പ്രേ അടിക്കുന്ന പോലെ പിസ്റ്റൺ അമർത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ എയറിൻ്റെ വെലോസിറ്റി ഇല്ലേ, വെലോസിറ്റി എന്താവും, കൂടൂലേ. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും, കുറയും. ഞാൻ പറഞ്ഞു വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ വെലോസിറ്റി, എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു. പക്ഷേ ഈ ലിക്വിഡിന് ഓൾറെഡി ഒരു പ്രഷറുണ്ട്. അപ്പോൾ ഈ ലിക്വിഡിനെ അപേക്ഷിച്ച് ഇവിടെ പ്രഷർ കുറവും ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും അല്ലേ, കാരണം ഇവിടെ വെലോസിറ്റി കൂടി, ഇവിടെ വെലോസിറ്റി ഇല്ലല്ലോ. അപ്പോൾ വെലോസിറ്റി കൂടി ഇവിടെ പ്രഷർ കുറഞ്ഞ് നിൽക്കുകയാണ്. ഈ ഏരിയയിൽ എന്താണ്, പ്രഷർ കുറഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ, അപ്പം ഇവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷറിന് പ്രത്യേകത ഉണ്ട്, പ്രഷർ എപ്പോഴും കൂടിയോടത്തു നിന്ന് എന്ത് ചെയ്യും, കുറഞ്ഞോടത്തേക്ക് പോകും. ഇവിടെ വെലോസിറ്റി കൂടിയത് കൊണ്ട് പ്രഷർ കുറഞ്ഞു, അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിയോടത്തു നിന്ന് എന്ത് ചെയ്യും, കുറഞ്ഞ ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ എയറിൻ്റെ ഈ ഇതും ഇവിടുന്ന് വരുന്ന ഈ ഫ്ലൂയിഡും കാരണം എന്താ, നമുക്ക് സ്പ്രേ പോലെ ഇങ്ങനെ കിട്ടും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ പറയേണ്ടത്, വെൻ പിസ്റ്റൺ പീസ് പ്രസ്ഡ്, നമ്മൾ പിസ്റ്റൺ പ്രസ് ചെയ്യുമ്പോൾ എയർ ബ്ലോസ് വിത്ത് ലാർജ് വെലോസിറ്റി, എയർ എന്ത് ചെയ്യും, നല്ല വെലോസിറ്റിയിൽ ബ്ലോ ചെയ്യും. ബൈ ബെർണോളിസ് തിയറം, ബെർണോളിസ് തിയറം വെച്ചിട്ട് എ ലോ പ്രഷർ ഈസ് ക്രിയേറ്റഡ്. അവിടെ എന്താവും, ഇവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ നോക്കാം, അടുത്തെന്താ പറഞ്ഞത്, ഇറ്റ് വിൽ ബി വെരി ലെസ് ദാൻ ദ പ്രഷർ ഓഫ്, അത് ആ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
വെരി ലെസ് ദാൻ ദ പ്രഷർ ഓഫ് ലിക്വിഡ്. ലിക്വിഡിൻ്റെ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്കല്ല പോവുക. അതുകൊണ്ട് ലിക്വിഡ് റൈസസ് അപ്പ് ത്രൂ ദ ട്യൂബ്. ലിക്വിഡ് എന്ത് ചെയ്യും, ട്യൂബിലൂടെ ഇങ്ങനെ പൊന്തി വരും. കാരണം എന്താ, പ്രഷർ എപ്പോഴും കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോവുക. ആൻഡ് ഇറ്റ് വിൽ മിക്സ് വിത്ത് എയർ. എയറിൻ്റെ കൂടെ മിക്സ് ആയിട്ട് എന്ത് ചെയ്യും, കംസ് വിത്ത് ഫൈൻ സ്പ്രേ പോലെ വരും. അങ്ങനെ തന്നെ എഴുതി വെക്കട്ടോ. ബെർണൂളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ ചോദിച്ചാൽ ഒന്നാമത്തെ ആളാണ് ഇയാൾ. ആര്, അറ്റോമൈസർ. എല്ലാവരും മനസ്സിൽ വേണം, വെലോസിറ്റി, വെൻ വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തേത്. ബെർണൂളിസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് എയർ ഫോയിൽ. ഈ എയർ ഫോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിമാനമൊക്കെ പറത്തുന്നത് എയർ ഫോയിൽ എന്നുള്ള അപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഇത് വൻ സംഭവമാണ് ഈ സാധനം. അപ്പോൾ നോക്ക്, ഇവിടെ നോക്കി ചിത്രത്തിൽ ഞാൻ കാണിച്ചു തരാം. വിമാനം ഇപ്പം ഇങ്ങനെ റൺവേ കൂടെ ഇങ്ങനെ പോവാണ്. മനസ്സിലായോ? വിമാനം റൺവേ കൂടെ ഇങ്ങനെ പോവാണ്. ഇത് വിമാനത്തിൻ്റെ ചിറകാട്ടോ. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ. വിമാനത്തിൻ്റെ ചിറകിൻ്റെ ക്രോസ് സെക്ഷനാണിത്. ഇതാ ഇവിടെ എഴുതി വെച്ചാണ്, വിങ് ഓഫ് എൻ എയർപ്ലെയിൻ ഈസ് എക്സാമ്പിൾ ഓഫ് എയർഫോയിൽ. എയർഫോയിലിൻ്റെ എക്സാമ്പിളാണ് ആര്, വിമാനത്തിൻ്റെ ചിറക്. അപ്പോൾ എഴുതി വെക്കുക, എയർഫോയിൽ. എയർഫോയിൽ എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ്റെ ചിറക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം, ഇവിടെ നോക്കി, ഈ സർഫസ്, മേലത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ താഴത്തെ സർഫസിനാട്ടിലും കർവ് ചെയ്തില്ലേ. നോക്കടാ, ഈ സർഫസിനേക്കാൾ കർവ് കൂടുതലാണ് മേലത്തെ സർഫസിന്, അല്ലേ? അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഈ കാറ്റ്, ഈ എയർ ഇങ്ങനെ വരുമ്പോൾ എയർ ഇങ്ങനെ കൂടുതൽ ദൂരം പാസ് ചെയ്യുക കൂടെയാണ്. ഇപ്പോൾ ഇവിടുന്ന് എയർ ഇങ്ങനെ പോകും, ഇവിടത്തേനേക്കാൾ ദൂരം കൂടുതൽ ഇവിടെ പാസ് ചെയ്യണ്ടേ. മനസ്സിലായില്ല? നോക്കേ, ഇപ്പോൾ ഇവിടുന്ന് എയർ ഇങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം ഏത് സൈഡിൽ കൂടെ പാസ് ചെയ്യുക, മുകളിലൂടെ അല്ലേ. കാരണം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ കർവുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു ഏരിയയേക്കാൾ കൂടുതൽ ഈ ഏരിയ കൂടെ പാസ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഇവിടുത്തെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഇവിടെ വരുന്നത് ഇവിടെ അല്ലേ, ഈ സൈഡിലല്ലേ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വരിക. അതുകൊണ്ട് എവിടെ വെലോസിറ്റി കൂടുതൽ വരിക, ഇവിടെ വെലോസിറ്റി കൂടുതലും ഇവിടെ വെലോസിറ്റി കുറവുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെലോസിറ്റി കൂടിയാൽ ആര് കുറയും, പ്രഷർ കുറയും. ഇവിടെ വെലോസിറ്റി കുറവാണ്, പ്രഷർ കൂടും അല്ലേ. അതുകൊണ്ട് ഇവിടെ പ്രഷറിൽ വ്യത്യാസം വരില്ലേ. ഈ മുകൾ ഭാഗത്ത് പ്രഷർ കുറവും താഴ് ഭാഗത്ത് പ്രഷർ കൂടുതലും ആയിരിക്കും. അപ്പം ആസ് ദ അപ്പർ സർഫസ് മോർ കർവ് ദാൻ സ്പീഡ് ഓഫ് ദ വിങ് ലാർജർ ദാൻ സ്പീഡ് ഓഫ് ദ, അതൊക്കെ ഓക്കെ. അതിങ്ങനെ എഴുതിയിട്ട് നിങ്ങളെന്ത് പറയണം, മുകൾ സർഫസ്, അപ്പർ സർഫസിൽ പ്രഷർ കുറവായിരിക്കും. ആൻഡ് ദ ലോവർ സർഫസ് പ്രഷർ ഈസ് ഇൻക്രീസസ്, പ്രഷർ കൂടുന്നു. അതുമൂലം എന്ത് ചെയ്യും, എയറോപ്ലെയിനൊരു ലിഫ്റ്റ് കിട്ടുന്നു. എയറോപ്ലെയിൻ അങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ആ ലിഫ്റ്റിൻ്റെ പേരാണെന്ത്, എയറോഡൈനാമിക് ലിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ബെർണോളിസ് തിയറത്തിന് രണ്ട് അപ്ലിക്കേഷനാണുള്ളത്, അറ്റോമൈസറും എയറോഫോയിലും. എയറോഫോയിലിൽ എയറോഡൈനാമിക് ലിഫ്റ്റ് എങ്ങനെ കിട്ടുന്നത്, എല്ലാത്തിനും രണ്ടിനും എന്താ പറയുന്നത്, വെലോസിറ്റി കൂടുമ്പോൾ ആര് കുറയൂടാ, പ്രഷർ കുറയും. വെൻ വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇൻ എയറോഫോയിൽ വെൻ എയറോപ്ലെയിൻ ഈസ് ട്രാവലിംഗ് ത്രൂ എ, നമ്മൾ ഭാഷയിൽ ചെയ്ത് ട്രാവലിംഗ് ത്രൂ എ റൺവേ, ദ അപ്പർ സർഫസ് ഓഫ് ദ എയർഫോയിൽ ഈസ് ഹാസ് lower pressure and the other side has higher pressure, so there is a aerodynamic lift is occurring. ഓക്കെ, ഇതിൽ കൂടെ അതായത് ബെർണോളിസ് തിയറത്തിന് രണ്ട് അപ്ലിക്കേഷൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ?